ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങളുടെ യാത്രയ്ക്ക് ഇടയിൽ അല്പസമയം ഇപ്പോഴല്ല എല്ലാ കാലത്തും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളെ തന്നെയാണ് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും നിന്നുകൊണ്ട് വിളിച്ചറിയിക്കുന്നത്. അത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരിക്കലും നിലയ്ക്കാത്ത വലിയ അനുഗ്രഹങ്ങളുടെയും കാരണം ദൈവം തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ലോകത്തിൻ്റെ എല്ലായിടത്തും ഇന്ന് സുവിശേഷം വിളിച്ചറിയിക്കുന്നത്. അതിന് കാരണം മനുഷ്യൻ സമാധാനമില്ലാതെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. അല്പം സമാധാനം ലഭിച്ചിരുന്നുവെങ്കിൽ, സന്തോഷം ലഭിച്ചിരുന്നുവെങ്കിൽ, പരസ്പരം സ്നേഹിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്നൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ്. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്നതാണ് ആനന്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ആ സന്തോഷമാണോ എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ നാം ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നുവെങ്കിൽ, ആ പഴയതായ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നാം വീണു പോകുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആനന്ദമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്രായേലിന് രാജ്യാനുഗ്രഹത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് നിത്യാനന്ദം എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വയം കണ്ടെത്തുവാൻ കഴിയുകയില്ല. നാം സ്വയം കണ്ടെത്തുന്നതായ ആനന്ദവും സന്തോഷവുമൊക്കെ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് നമ്മിൽ നിന്ന് മാഞ്ഞു പോകും. പിന്നെയും നാം വരിഞ്ഞു മുറുകപ്പെട്ടവരായി നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ആ ആനന്ദം അതൊരിക്കലും മാഞ്ഞു പോകുന്നതോ നമ്മളെ വിട്ടുപോകുന്നതോ അല്ല. അത് ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു എന്നുള്ളതിൻ്റെ പരമമായ തെളിവാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് ബൈബിളിൽ എല്ലായിടത്തും നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. ഇവിടെ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള രാജ്യാനുഗ്രഹത്തിൽ പ്രധാനമായ ഒന്നാണ് നിത്യാനന്ദം. ഈ നിത്യാനന്ദം നാം പ്രാപിക്കണമെങ്കിൽ ഇപ്രകാരമാണ് ഇവിടെ തിരുവെഴുത്ത് പറയുന്നത്: മനുഷ്യവർഗത്തെ മുഴുവൻ വരിഞ്ഞു മുറുക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് കൊണ്ടെത്തിച്ച് അതിൽ തന്നെ അവനെ നിർത്തുന്നതും, അവനൊരു പ്രത്യാശയില്ലാത്തവനായി ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് പോകുന്നതുമായ അവസ്ഥയിൽ നിന്ന് അവനെ തിരികെ കൊണ്ടുവരുവാനും അവന് ദൈവികമായ അനുഗ്രഹങ്ങളും ആനന്ദവും പ്രദാനം ചെയ്യുവാനുമാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിനായി യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. ആ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലും ഇവിടെയും വരുവാനിരിക്കുന്ന ജീവിതത്തിലും അവൻ അനുഭവിക്കുന്ന ആനന്ദത്തിനാണ് നിത്യാനന്ദമെന്ന് പറയുന്നത്. ഈ ലോകത്തിലായിരിക്കുന്ന സകല മനുഷ്യനും ഒരിക്കൽ മരിക്കും. അവൻ്റെ ജഡം ഇവിടെ ഈ മണ്ണിനോട് ചേരുകയും ആത്മാവോ അത് സൃഷ്ടാവായ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം
ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയത്. ആയതിനാലാണ് പ്രിയമുള്ളവർ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവരും അതുപോലെ തന്നെ കാലാന്ത്യത്തിൽ കർത്താവിൻ്റെ വരവിൽ മധ്യാകാശത്തിൽ അവനോട് കൂടെ എടുക്കപ്പെട്ട് നിത്യാനന്ദം അവൻ അനുഭവിക്കുമെന്നുള്ള യഥാർത്ഥ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായം. അപ്പോസ്തലന്മാരെന്ന് പറയുമ്പോൾ ഇവിടെ കേട്ടു നിൽക്കുന്ന ബഹുമാന്യരായ ആർക്കും അവരിൽ പലർക്കും അറിഞ്ഞുകൂടാ യേശു അയക്കപ്പെട്ടവർ എന്നാണ് അതിൻ്റെ അർത്ഥം. 12 ശിഷ്യന്മാരോടും യേശു പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിനെന്നാണ്. യേശുവിൻ്റെ സാക്ഷികളോട് യേശുവിൻ്റെ പ്രവൃത്തികൾ അവർ യേശുവിനോട് കൂടെ നടന്ന് കണ്ടു. എന്തൊക്കെയാണ് യേശു ചെയ്തത് എന്ന്. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും അവൻ ആശ്വസിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ബാധിതരിൽ നിന്ന് ഭൂതങ്ങളെ ഒഴിപ്പിക്കുകയും അവരുടെ ജീവിതം വളരെ സന്തോഷമാക്കി തീർക്കുകയും ചെയ്തുകൊണ്ടിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങളൊക്കെയും സംഭവിക്കും. യേശു രോഗികളെ സൗഖ്യമാക്കും, എൻ്റെ രോഗത്തെയും യേശു സൗഖ്യമാക്കുമെന്ന് 100% വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് സംഭവിച്ചിരിക്കും. അവരുടെ ജീവിതത്തിൽ അവർക്ക് സൗഖ്യം ലഭിക്കും. മാനസികമായി തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ വേദനകളിൽ നിന്ന് യേശു അവരെ തിരിച്ചു കൊണ്ടുവരും. നിത്യമായ സന്തോഷം അവർക്ക് നൽകും എന്നുള്ളതാണ് ഇവിടെ തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നത്. അതാണിവിടെ പഴയ നിയമ യെശയ്യാപ്രവചനം 35-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി വരുന്ന ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവേർപ്പും ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. അവർ ദുഃഖിക്കേണ്ട കാര്യമില്ല, അവർ നെടുവീർപ്പിടേണ്ട കാര്യമില്ല. സൃഷ്ടാവായ ദൈവം അവരോട് കൂടെയുണ്ട്, അവരെ ആശ്വസിപ്പിക്കും. അവർ പ്രത്യാശയുള്ളവരായി തന്നെ ഇവിടെ വസിക്കും എന്നുള്ളതാണ് ഇവിടെ തിരുവെഴുത്തിൽ കൂടി കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നത് കൊണ്ട് സമൂഹം രൂപാന്തരം പ്രാപിച്ചു എന്നുള്ളതല്ല ഇവിടെ യാഥാർത്ഥ്യമായ കാര്യം. ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നത് കൊണ്ട് സമീപവാസികൾ അവർ എങ്ങനെയാണ് ഇന്നലെ വരെ സന്തോഷമില്ലാതിരുന്ന ഈ സ്ഥലത്തിപ്പോൾ സന്തോഷമുണ്ടായത് എന്ന് അവർക്ക് അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് പ്രിയമുള്ളവർ. കാരണം ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി പല പീഡകളിൽ കൂടിയും അവരെ ദൈവം നടത്തി. അതിൽ പ്രധാനമായതും യുദ്ധങ്ങളായിരുന്നു. യുദ്ധത്തിൽ ഇസ്രായേൽ പലപ്പോഴും തോറ്റുപോകും. അന്നൊക്കെയും അവർ കരയും വിലപിക്കും. എന്നാൽ ദൈവത്തോടവർ വീണ്ടും അടുത്ത് ചെന്ന് ദൈവത്തെ അവർ ആശ്രയിക്കുമ്പോൾ ദൈവം അവർക്ക് സന്തോഷം നൽകും. അതാണ് ഇവിടെ പറയുന്നത്. ഇസ്രായേലിൻ്റെ അവരുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നിത്യാനന്ദം അവരുടെ തലമേലിരിക്കുമെന്ന് ഇവിടെ തിരുവെഴുത്ത് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ നാം നിത്യമായ ആനന്ദത്തിൽ നാം ഇവിടെ ആയിരിക്കുമ്പോഴും വരുവാനിരിക്കുന്ന ലോകത്തായിരിക്കുമ്പോഴും നാം അത് സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ലഭിക്കണമെങ്കിൽ, പ്രിയമുള്ളവർ, നമ്മുടെ രക്ഷിതാവായ യേശുവിനെ നാം ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഒരു മനുഷ്യനും ദൈവത്തിൽ നിന്നുള്ള ഒരാനന്ദമോ ഒരു സന്തോഷമോ ഒരു സമാധാനമോ
ഒരിക്കലും ലഭിക്കുകയില്ല. ഈ ലോകത്തിൻ്റെ ഏറ്റവും അധികം പീഡകൾ സഹിക്കുകയും അവിടെയൊക്കെയും വീഴുകയും തളർന്നു പോകുകയും പ്രത്യാശയില്ലാത്തവരുമായി നാം തീർന്നു പോകുമ്പോൾ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എന്നും എന്നേക്കും തലമുറ തലമുറയായി നമ്മളുടെ മേൽ വസിക്കും, നമ്മളുടെ തലമേൽ അതിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, നിത്യാനന്ദം അവരുടെ തലമേൽ ഇരിക്കും എന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ സന്തോഷത്തിൽ നിന്ന് ഉറവെടുക്കുന്നതാണ് ഭൗമികമായ സന്തോഷം. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ആത്മീയ സന്തോഷം തന്നെയാണ്. ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലാത്തതൊക്കെയും അല്പസമയം കഴിയുമ്പോൾ മാഞ്ഞു പോകുന്നതും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നതുമാണ്. ആയതിനാൽ അനിത്യമായ സമാധാനത്തിലേക്കും അനിത്യമായ സന്തോഷത്തിലേക്കും ദൈവത്തിൻ്റെ ആ ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്കും നാം മടങ്ങി വരേണ്ടതുണ്ട്. അതിനാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, തിരുവെഴുത്ത് പറയുന്നത്, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്ന്. ഇത്രയും സമയം ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. പ്രിയമുള്ളവർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ അതെന്നേക്കും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.